ഹായ് ലേണേഴ്സ്, ഏവർക്കും നമസ്കാരം. ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. കേരളത്തിലെ മികച്ച കോളേജുകളിൽ മലയാളം അധ്യാപകരായിട്ട് ജോലിയിൽ പ്രവേശിക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ 2024 ജൂൺ മാസത്തിൽ വരുന്ന നെറ്റ് എക്സാം നിർബന്ധമായിട്ടും നിങ്ങൾ ക്വാളിഫൈ ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. അപ്പൊ പരീക്ഷയ്ക്ക് ഇനി വെറും 45-ലധികം ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത്. അപ്പോൾ കുറച്ചു പേരൊക്കെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാകും. പഠിച്ചു തുടങ്ങാൻ ട്രൈ ചെയ്തിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഇല്ലാത്തത് കൊണ്ട് പകുതിക്ക് വെച്ച് പഠിപ്പ് നിന്നിട്ടുണ്ടാകും. എങ്ങനെയാണ് എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് എന്ന് പോലും അറിയാതെ ഇപ്പോഴും പകച്ചിരിക്കുന്ന ചില കൂട്ടരും നമുക്കിടയിൽ ഉണ്ടാകും. അപ്പൊ അത്തരത്തിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് UGC നെറ്റ് മലയാളം സിലബസ് മുഴുവൻ 45 ദിവസം കൊണ്ട് എപ്രകാരം പഠിച്ചെടുക്കാം എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. 45 ദിവസം കൊണ്ട് സിലബസ് മുഴുവനായിട്ടുള്ള പഠനവും 2 വട്ടങ്ങളിലായിട്ട് റിവിഷനും എപ്രകാരം നടത്താം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. കൂടുതലായിട്ടുള്ള വിശദാംശങ്ങളിലേക്ക് ഒന്നും നമ്മൾ പോകുന്നില്ല. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. 2024 ജൂൺ മാസം 18-ന് നടക്കുന്ന UGC നെറ്റ് എക്സാം കഴിഞ്ഞ പ്രാവശ്യത്തെ പരീക്ഷകളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും കൊണ്ടിട്ടാണ് വരുന്നത്. അതായത് ഒരുപാട് മാറ്റം പരീക്ഷയിലെ വന്നിട്ടുണ്ട്. ആദ്യത്തെ മാറ്റം എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം വരെ നടന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ് എങ്കിൽ ഇനി നടക്കാൻ പോകുന്നത് 2024 ജൂണിൽ നടക്കാൻ പോകുന്ന നെറ്റ് എക്സാം എന്നുള്ളത് OMR ബേസ്ഡ് എക്സാം ആയിരിക്കും. രണ്ടാമത്തെ മാറ്റം എന്ന് പറയുന്നത് 3 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. JRF ക്വാളിഫയിങ്ങും അടുത്തത് എന്താണ് നെറ്റ് ക്വാളിഫൈഡും. മൂന്നാമതൊരു സ്കോർ ബോർഡ് കൂടി വന്നിട്ടുണ്ട്. അതെന്താണ് നമുക്ക് എന്തിനെ PhDക്ക് പ്രവേശനം നേടാനുള്ള ഒന്നായിട്ട് നമുക്ക് നെറ്റിലെ നമുക്ക് കിട്ടുന്ന സ്കോറിനെ പരിഗണിക്കും. അപ്പൊ PhD ഒക്കെ നേടി ഡോക്ടറേറ്റ് ഒക്കെ എടുക്കണം എന്നുള്ള ഒരാളിനെ സംബന്ധിച്ചിടത്തോളം UGC നെറ്റിന്റെ സ്കോർ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. അപ്പൊ വളരെയധികം ശ്രദ്ധയോടുകൂടി നമ്മൾ പഠിക്കുകയാണ് എങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ചിട്ടയായിട്ടുള്ള പഠനവും അതുപോലെ തന്നെ ചിട്ടയായിട്ടുള്ള റിവിഷനും മാത്രമാണ് നമ്മെ വിജയത്തിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ ഈ 2 കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ മാത്രമാണ് ഈ എക്സാം നമുക്ക് ക്വാളിഫൈ ചെയ്യാനും JRFിലേക്ക് നമുക്ക് എത്താനും സാധിക്കുള്ളൂ. അപ്പൊ നിങ്ങൾക്കറിയാം 100 പേര് പരീക്ഷ എഴുതുന്നുണ്ട് എങ്കിൽ അതിൽ 6 പേര് മാത്രമാണ് എന്ത് നെറ്റ് ക്വാളിഫൈ ചെയ്യുന്നത്. അതിലെ ടോപ്പ് 1-ൽ എത്തുന്ന ഒരാൾ മാത്രമാണ് JRFിലേക്ക് എത്തുന്നത്. അപ്പൊ JRF ഒക്കെ ക്വാളിഫൈ ചെയ്ത് PhD ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വളരെ നല്ലൊരു അവസരം തന്നെയാണ് ജൂണിൽ വരുന്ന നെറ്റ് പരീക്ഷ എന്നുള്ളത്. അപ്പൊ 45 ദിവസം കൊണ്ട് എപ്രകാരം നെറ്റ് പരീക്ഷ ക്രാക്ക് ചെയ്യാം എന്നുള്ള ഒരു സ്റ്റഡി പ്ലാനുമായിട്ടാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. നമുക്ക് നേരിട്ട് പ്ലാനിലേക്ക് കടക്കാം. UGC നെറ്റ് പരീക്ഷയുടെ ഡേറ്റ് വന്നു. പരീക്ഷ വളരെയധികം അടുത്ത് നിൽക്കുകയാണ്. വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് പരീക്ഷയ്ക്കുള്ളത്. ഇപ്പൊ സ്ക്രീനിൽ കാണുന്നത് പോലെയുള്ള ഒരു അവസ്ഥയാണോ നിങ്ങൾക്കുള്ളത്? എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, എവിടെ നിന്ന് പഠിക്കണം, എവിടെ നിന്ന് പഠിച്ചു തുടങ്ങണം, എന്തൊക്കെ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം, ഏതൊക്കെ ഏരിയകളിലാണ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, മൊത്തത്തിൽ ഒരു പുകമയം അല്ലേ? അപ്പോ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോട് കൂടി പഠിച്ചാൽ വിജയത്തിലേക്ക് എത്താമെന്ന് ഞാൻ ഒരുപാട് തവണ ആവർത്തിച്ച് പറഞ്ഞില്ലേ. അതിന് ആദ്യം എന്താണ് നമുക്ക് വേണ്ടത്? ഏതൊരു പരീക്ഷയെയും അഭിമുഖീകരിക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് ആദ്യം എന്ത് വേണം? തീർച്ചയായും നമുക്ക് ആദ്യം വേണ്ടത് ഒരു ശുഭാപ്തി വിശ്വാസമാണ്. ഈ പരീക്ഷ എനിക്ക് വിൻ ചെയ്യാനായിട്ട്, ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഐ ക്യാൻ ഡു ദിസ്. ഇതെന്നെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ലളിതം മലയാളം. ലളിതമായി നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റാവുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ് മലയാളം എന്നുള്ളത്. നമുക്കറിയാം മലയാള സാഹിത്യം എന്നുള്ളത് കടൽ പോലെ എന്താണ് അഗാധമായി കിടക്കുന്ന ഒന്നാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് എക്സാം ഓറിയന്റഡ് ആയിട്ട് ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മാത്രമാണ് നമുക്ക് വിൻ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ ഇത് എന്നെ കൊണ്ട് കഴിയും എന്നുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള തോട്ടുകൂടി തന്നെ നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, പഠിക്കാനായിട്ട് തയ്യാറാകണം. പഠിക്കുന്നതിന് മുമ്പ് ചില സജ്ജീകരണങ്ങൾ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ മനസ്സിൽ ആദ്യം വേണ്ട കാര്യം ഇതെന്നെ കൊണ്ട് പറ്റും എന്നുള്ളതാണ്. ഇതൊരു കീറാമുട്ടിയാണ്, ഇതെന്നെ കൊണ്ട് പറ്റില്ല, അത്തരത്തിലുള്ള നെഗറ്റീവ് തോട്ട്സുകളെ ഒക്കെ മാച്ചുകളാണ്. ഇപ്പൊ നിങ്ങളിൽ എന്റെ ചിലരൊക്കെ 2-3 തവണ നെറ്റ് പരീക്ഷ എഴുതിയിട്ട് ക്വാളിഫൈ ചെയ്യാതെ ഇരിക്കുന്നവരുണ്ടായിരിക്കും. അപ്പൊ അത്തരത്തിലുള്ളവരോട് കൂടിയിട്ടാണ് പറയുന്നത്, ഇത് നമുക്ക് കിട്ടും, ഉറപ്പാണ്, നമുക്ക് ക്വാളിഫൈ ചെയ്യാവുന്നതായിട്ടുള്ള ഒന്ന് തന്നെയാണ് UGC നെറ്റ് പരീക്ഷ എന്ന് പറയുന്നത്. കൃത്യമായിട്ടുള്ള പഠനവും കൃത്യമായിട്ടുള്ള റിവിഷനും ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇത് ആവർത്തിച്ച് പറയുന്നത് എന്തുകൊണ്ടാണെങ്കിൽ പല കുട്ടികളും പഠിക്കും, ഈ പോർഷൻസ് ഒക്കെ മുഴുവനായിട്ട് കവർ ചെയ്യും, പക്ഷെ അവരെന്ത് ചെയ്യില്ല, റിവിഷൻ ചെയ്യില്ല, റിവൈസ് ചെയ്യില്ല. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റിവിഷൻ എന്നുള്ളത്. അപ്പൊ മനസ്സിലുള്ള നെഗറ്റീവ് തോട്ട്സിനെ ഒക്കെ എടുത്തു കളഞ്ഞതിന് ശേഷം പോസിറ്റീവ് ആയിട്ടുള്ള മൈൻഡോട് കൂടി ഐ ക്യാൻ ഡു ദിസ് എന്നുള്ള ഒരു മൈൻഡോട് കൂടിയിട്ട് വേണം നമ്മൾ പഠിക്കാനായിട്ട് തയ്യാറാവാനായിട്ട്. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ലളിതം മലയാളം എന്നുള്ളത്.
ഐപസ് ട്രെയിനിങ് സൊല്യൂഷന്റെ മലയാളം സബ്ജക്റ്റീവ് സ്റ്റഡിയുടെ ടൈറ്റിൽ തന്നെ എന്താണ്? ലളിത മലയാളം എന്നുള്ളതാണ്. ലളിതമായിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് മലയാളം എന്നുള്ളത്. ഏതൊരു പരീക്ഷയ്ക്കും തയ്യാറെടുക്കുന്നതിന് മുമ്പ് പരീക്ഷയെ കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള ധാരണ നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ 2024 ജൂണിൽ നടക്കുന്ന UGC നെറ്റ് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചിട്ടുള്ള വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡഡ് ആയിട്ടുള്ളത് കൊണ്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും നമ്മൾ ഇവിടെ പറയുന്നില്ല. ഇനി അതറിയാത്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് പ്രസ്തുത വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. 2024 ജൂണിൽ നടക്കുന്ന UGC നെറ്റ് എക്സാമിന് വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്നുള്ളത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് അല്ല, OMR ബേസ്ഡ് ബബ്ലിംഗ് എക്സാം ആണ് എന്നുള്ളതാണ്. നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ള കാര്യം കൂടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പറഞ്ഞു തരികയാണ്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ ആ വീഡിയോ കണ്ട് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ പരീക്ഷ ഹാളിൽ പോയിട്ട് സ്ക്രീനിൽ കാണുന്നത് പോലെ തല പുകഞ്ഞ് ചോദ്യങ്ങളൊക്കെ കാണുമ്പോൾ ഉള്ള ടെൻഷൻ അടിച്ചിരിക്കാതെ പ്ലസന്റ് ആയിട്ട് നമുക്ക് ചിന്തിച്ച് വേഗത്തിൽ ശരിയായിട്ടുള്ള ഉത്തരം നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് പറ്റണമെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. വേണ്ടേ? പലപ്പോഴും പരീക്ഷ പേപ്പർ കിട്ടുമ്പോഴുള്ള അവസ്ഥയാണ് എന്ത്? A ആണോ ആൻസർ, D ആണോ ആൻസർ? ബിയും സിയും അല്ല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. ബിയും സിയും അല്ല എന്ന് നമുക്ക് ഉറപ്പ് വരണമെങ്കിൽ നമ്മൾ അത് പഠിച്ചിരിക്കണം. അപ്പൊ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും എന്ത്? ബിയും അല്ല സിയും അല്ല എന്ന് നമുക്ക് ഉറപ്പ് പറയാനായിട്ട് പറ്റും. ഇനി A ആണോ D ആണോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ റിവിഷൻ ചെയ്തിരിക്കണം. അപ്പൊ പകുതി കുട്ടികൾ പഠിക്കും, പകുതി കുട്ടികൾ റിവിഷൻ ചെയ്യില്ല. അവിടെയാണ് നമ്മുടെ ഏറ്റവും പ്രശ്നം വരുന്നത്. പല കുട്ടികളും പറയും ടീച്ചറെ ഞാൻ പഠിച്ചതായിരുന്നു. അപ്പൊ ഞാൻ ചോദിക്കും മക്കളെ നിങ്ങൾ റിവിഷൻ ചെയ്തിരുന്നോ? ഇല്ല, പ്രോപ്പർ ആയിട്ട് റിവിഷൻ ഉണ്ടായിരിക്കില്ല. അപ്പൊ പഠനവും റിവിഷനും ഒരുപോലെ കൊണ്ടുപോയാൽ മാത്രമാണ് പരീക്ഷ ഹാളിലുള്ള ഇത്തരത്തിലുള്ള കൺഫ്യൂഷൻസ് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റുള്ളൂ. പ്ലസന്റ് ആയ മനസ്സോട് കൂടിയിട്ട് ചോദ്യം കൃത്യമായി വായിച്ച് ശരിയായ ആൻസർ നമുക്ക് ബബിൾ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോ കൃത്യമായിട്ടുള്ള ഒരു പഠനത്തിന് ആദ്യം നമ്മൾ എന്തറിയണം? സിലബസിനെ പറ്റിയിട്ട് നമുക്ക് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം. അപ്പൊ മലയാളത്തിന്റെ സിലബസ് UGC നെറ്റ് പരീക്ഷയുടെ മലയാളത്തെ സിലബസിലെ എത്ര യൂണിറ്റുകൾ ഉണ്ട്? നിങ്ങളൊന്ന് പറഞ്ഞേ, എത്ര യൂണിറ്റുകളാണ് നമുക്ക് പരീക്ഷയ്ക്കുള്ളത്? 10 യൂണിറ്റുകൾ അഥവാ ഇതളുകളാണ് UGC നെറ്റ് മലയാളം പരീക്ഷയുടെ സിലബസിൽ ഉള്ളത്. അതിൽ ഇതൾ 1 എന്ന് പറയുന്നത് മലയാള സാഹിത്യം പ്രാരംഭമാണ്. അതായത് നമ്മുടെ സിലബസിൽ കൃത്യമായിട്ട് കാടടച്ച് വെടിവെക്കുന്ന ഒരു സിലബസ് ഒന്നല്ല, എന്താണ് ഏതാണ് പഠിക്കേണ്ടത് എന്ന് കൃത്യമായി കൊടുത്തിട്ടുള്ള ഒരു സിലബസ് ആണ് UGC നെറ്റ് പരീക്ഷ മലയാളത്തിന്റെ സിലബസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൾ 1 എന്നുള്ളത് മലയാള സാഹിത്യം പ്രാരംഭമാണ്. അതായത് 20-ാം നൂറ്റാണ്ട് വരെയുള്ള മലയാള സാഹിത്യത്തിന്റെ ചരിത്രവും സ്വഭാവവും അടിസ്ഥാനമാക്കിയിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിലൂടെ ഉദ്ദേശിക്കുന്നത്. പാട്ടുപ്രസ്ഥാനം, മണിപ്രവാളം, ഇതര കാവ്യപ്രസ്ഥാനങ്ങൾ അതായത് ഗാഥ, കിളിപ്പാട്ട്, പാന, വഞ്ചിപ്പാട്ട് തുടങ്ങിയവ, ഗദ്യമാതൃകൾ, അതിലാണ് ശാസനവും ഭാഷാകൗടില്യവും, അംബരീഷോപാഖ്യാനം, ബ്രഹ്മാണ്ഡ പുരാണം തുടങ്ങിയ കാര്യങ്ങൾ വരുന്നത്. പിന്നെ മിഷണറി ഗദ്യം, മാപ്പിള മലയാളം, മഹാകാവ്യ പ്രസ്ഥാനം, ഖണ്ഡകാവ്യങ്ങള്, മുക്തകങ്ങള്, വിവർത്തന കൃതികള്, സാഹിത്യ കളരികൾ, കേരളവർമ്മ പ്രസ്ഥാനം, AR രാജരാജവർമ്മ പ്രസ്ഥാനം, കൊടുങ്ങല്ലൂർ കളരി, അതുപോലെ തന്നെ വെൺമണി പ്രസ്ഥാനം, പച്ചമലയാള പ്രസ്ഥാനം തുടങ്ങിയ കാര്യങ്ങളും പ്രാസവാദവും എല്ലാം ഉൾപ്പെടെ വരുന്ന ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് 1 എന്നുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്. പ്രാചീന കൃതികളെ കുറിച്ചിട്ടുള്ള അറിവ് വിദ്യാർത്ഥികളിൽ കൃത്യമായിട്ടുണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണിത്. അപ്പൊ രാമചരിതത്തെ കുറിച്ചും, തിരുനിഴൽമാല, അതുപോലെ തന്നെ പാട്ടുകൃതികളിൽ വരുന്ന മറ്റേ പയ്യന്നൂർ പാട്ട് പോലെയുള്ള കൃതികള്, അതുപോലെ തന്നെ ചമ്പുക്കളിലെ അച്ചിചരിതങ്ങൾ, ഉണ്ണിയച്ചിചരിതം, ഉണ്ണിച്ചിരുദേവി ചരിതം, ഉണ്ണിയാടി ചരിതം, സന്ദേശകാവ്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ എക്സാം ഓറിയന്റഡ് ആയി തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒന്നാണ്. സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു ഇതളാണ് ഇതൾ 1 മലയാള സാഹിത്യ പ്രാരംഭം എന്ന് പറയുന്നത്. ഇതൾ 2 20-ാം നൂറ്റാണ്ട് മുതലുള്ള മലയാള കവിതയാണ് ഇതൾ 2 എന്ന് പറയുന്നത്. മലയാള കവിതയുടെ 20-ാം നൂറ്റാണ്ടിൽ തുടങ്ങുന്ന ചരിത്രവും സ്വഭാവവും അടിസ്ഥാനമാക്കിയിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന് സിലബസിൽ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. കാൽപ്പനികതയുടെ ആരംഭം, അതിന്റെ വികാസ പരിണാമങ്ങള്, കാൽപ്പനിക ഘട്ടത്തിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കൃതികള്, പിന്നെ കാൽപ്പനികതയുടെ അപജയം, ആധുനികത, ആധുനികോത്തര കവിത, ദളിത്, സ്ത്രീ, പരിസ്ഥിതി, സൈബർ കവിതകള്, മലയാളത്തിലെ വിവർത്തന കവിതകൾ എന്നീ കാര്യങ്ങളാണ് ഇതൾ 2 നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഇതൾ 3ന്റെ ടൈറ്റിൽ കഥാസാഹിത്യമാണ് കൊടുത്തിരിക്കുന്നത് എങ്കിലും നോവൽ കൂടി നമുക്ക് ഈ ഒരു ഇതളില് പഠിക്കാനായിട്ടുണ്ട്. മലയാളത്തിലെ ചെറുകഥ, നോവൽ എന്നീ സാഹിത്യ ജനുസുകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്.
അപ്പോൾ ലളിത മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സീരീസ് എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 8 മണി മുതൽ 9 മണി വരെ നടക്കുന്ന ഫ്രീ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സിലെ ചെറുകഥയെ കുറിച്ചിട്ട് UGC നെറ്റ് പരീക്ഷ, സെറ്റ് പരീക്ഷ, HSA, HSST തുടങ്ങിയ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നെറ്റും സെറ്റും പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളെല്ലാം തന്നെ I+ലേക്ക് വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടീച്ചറെ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ വീണ്ടും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് അതൊക്കെ സ്കോർ ചെയ്യാനായിട്ട് പറ്റി എന്നുള്ളത്. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് കഥാസാഹിത്യം, നോവൽ എന്നീ തുടങ്ങിയ കാര്യങ്ങൾ. അതിൽ തന്നെ ഇവയുടെ ആരംഭ ചരിത്രവും ആധുനികതയും ആധുനികോത്തരതയും അതുപോലെ തന്നെ ഇപ്പോൾ സമകാലികമായിട്ടുള്ള കൃതികളും നമ്മൾ പഠിക്കേണ്ടതാണ്. ഇതിൽ 4 ദൃശ്യകലയും സാഹിത്യവുമാണ്. ലളിത മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സീരീസിൽ കൃത്യമായിട്ട് നമ്മൾ സിനിമ, ആട്ടക്കഥ തുടങ്ങിയ നാടകം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിച്ചതാണ്. രംഗവേദിയും സാഹിത്യവും തമ്മിലുള്ള ബന്ധത്തെ മുൻനിർത്തിയും സാഹിത്യത്തെ സവിശേഷമായി പ്രതിനിധീകരിക്കുന്നതുമായിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതൾ 4 ലക്ഷ്യം വെക്കുന്നത്. ആട്ടക്കഥ, കഥകളി, അതുപോലെ ആട്ടക്കഥാ കൃത്തുക്കള്, അവരുടെ കൃതികള്, തുള്ളല്, വിവിധ ഇനം തുള്ളല്, നമ്പ്യാരും തുള്ളൽ കൃതികളും, അതുപോലെ തന്നെ മലയാള നാടകം, കൂത്തുകൂടിയാട്ടം, ആദ്യകാല നാടകങ്ങള്, പരീക്ഷണ നാടകം, അസംബന്ധ നാടകം, തനതു നാടകം, ദളിത് നാടകം, സ്ത്രീ നാടകം, പരിസ്ഥിതി നാടകം തുടങ്ങിയ കാര്യങ്ങള്, തിരക്കഥ, സിനിമ തുടങ്ങിയ കാര്യങ്ങളുമാണ് ഇതൾ 4 വരുന്നത്. അപ്പൊ ഇതൾ 4 ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ലളിത മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത കുട്ടികൾക്ക് അറിയാം. അത് കൃത്യമായിട്ട് തന്നെ നമ്മൾ എക്സാം ഓറിയന്റഡ് ആയിട്ട് ഏതൊക്കെ ഭാഗങ്ങളാണ് ആവർത്തിച്ച് ചോദ്യം വന്നിട്ടുള്ളത് എന്നും ആ ചോദ്യത്തിന്റെ എക്സ്പ്ലനേഷനിലൂടെ അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് ഉള്ളതാണ്. അപ്പൊ ഇതൾ 4 അതാണ്. ഇനി ഇതൾ 5 എന്ന് പറയുന്നത് നാടോടി വിജ്ഞാനീയമാണ്. അപ്പോ നമ്മുടെ ക്ലാസ്സിൽ ഇരുന്ന കുട്ടികൾക്ക് അറിയാം, ഫോക്ലോർ എന്നുള്ള ഭാഗം വിശദമായി തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലൂടെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അതായത് ഫോക്ലോർ എന്ന് പറയുന്ന ഭാഗത്തേക്ക് ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത് എന്നുള്ളത് ഒന്ന് പറയാം. ഫോക്ലോർ നിർവചനം, സിദ്ധാന്തം, സമീപനം, വർഗീകരണം, പരിണാമം എന്നിവയ്ക്ക് പുറമെ കലയുടെയും രംഗവേദിയുടെയും സാഹിത്യത്തിന്റെയും തനത് സംസ്കാരത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതൾ 5 നാടോടി വിജ്ഞാനീയം എന്ന ടോപ്പിക്കിലൂടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഫോക്ലോർ, സമീപനം, വാമൊഴി വഴക്കം, അനുഷ്ഠാന കലകൾ, അനുഷ്ഠാനേതര കലകള്, അതിൽ തന്നെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള പടയണി, മുടിയേറ്റ്, തിറ, ഗതിക, ചിമ്മാനക്കളി, കോതാമൂരിയാട്ടം, തെയ്യം, ഇവയുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കണം. ഇപ്പോൾ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ അടക്കം അല്ലെങ്കിൽ ഏത് വിഭാഗത്തിലുള്ള ഏത് കമ്മ്യൂണിറ്റിയിൽ പെടുന്നവരാണ് ഈ കലാരൂപങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളടക്കം നമ്മൾ കൃത്യമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇതൾ 5 എന്ന് പറയുന്നത് നാടോടി വിജ്ഞാനീയമാണ്. എളുപ്പത്തിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് നാടോടി വിജ്ഞാനീയം എന്നുള്ളത്. ഇനി ഇതൾ 6 മലയാള നിരൂപണം. ഇപ്പൊ നിലവിലെ ലളിത മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സീരീസിലെ എല്ലാ വെള്ളിയാഴ്ചയും ഉള്ള ക്ലാസ്സിലെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മലയാള നിരൂപണമാണ്. ഒരുവിധം കുട്ടികൾക്കൊക്കെ കുറച്ച് കീറാമുട്ടിയായി നിൽക്കുന്നതാണ് പ്രധാനപ്പെട്ട അഭിപ്രായങ്ങൾ. ഇന്ന അഭിപ്രായം ഇന്ന കൃതിയെ മുൻനിർത്തിക്കൊണ്ട് ആരാണ് പറഞ്ഞത് എന്നുള്ള ഒരു ചോദ്യം വരുന്ന സമയത്ത് പലപ്പോഴും പലർക്കും ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. അപ്പൊ മലയാള നിരൂപണം, അപ്പൊ പുസ്തക, അഭിപ്രായ, നിരൂപണം, വിമർശനം എന്നിവയുടെ പ്രാരംഭഘട്ടം എങ്ങനെയാണ്, മാസികകളിലൂടെ ഇവ എങ്ങനെയാണ് വളർന്നത്, മലയാളത്തിലെ ആദ്യകാല നിരൂപണത്തിന്റെ സ്വഭാവം, അതുപോലെ പാശ്ചാത്യ നിരൂപണ സിദ്ധാന്തങ്ങളുടെ കടന്നുവരവ്, അതിനെ സ്വാധീനിച്ചിട്ടുള്ള നിരൂപകർ ആരൊക്കെയാണ്, അതുപോലെ തന്നെ ആധുനിക ഭാവുകത്വം രൂപപ്പെടുത്തിയതിലെ നിരൂപണത്തിനുള്ള പങ്ക്, ദളിത്, സ്ത്രീ, പരിസ്ഥിതി വിമർശനങ്ങൾ തുടങ്ങിയ കാര്യങ്ങള് മലയാള നിരൂപണവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. ഇതൾ 7 മറ്റ് സാഹിത്യ വിഭാഗങ്ങൾ. ഒരു ചെറിയ യൂണിറ്റ് ആണ് ഇതൾ 7 എന്നുള്ളത്. എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്നതും ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചോദ്യം വരുന്നതുമായിട്ടുള്ള ഒരു ഭാഗമാണ് ഇതൾ 7 സാഹിത്യ വിഭാഗങ്ങൾ എന്നുള്ളത്. ജീവചരിത്രം, ആത്മകഥ, യാത്രാ വിവരണം, സർവകലാശാല ഗവേഷണ ചരിത്രം, വിജ്ഞാനകോശ നിഘണ്ടു, സൈബർ സാഹിത്യം, താരതമ്യ പഠനം, വിവർത്തനം തുടങ്ങിയ കാര്യങ്ങളാണ് മറ്റ് സാഹിത്യ വിഭാഗം എന്നുള്ള ടോപ്പിക്കിലൂടെ നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. ഇനി അടുത്തതാണ് ഏറ്റവും നല്ല ടോപ്പിക് എന്ന് പറയുന്നത് ഭാഷാശാസ്ത്രം, വ്യാകരണം. പ്രാചീന ഭാരതത്തിലെ ഭാഷാ പഠന രീതികൾ, ഭാഷാ ഗോത്രങ്ങൾ, ഭാഷാ കക്ഷികൾ, സ്വന വിജ്ഞാനം, രൂപവിജ്ഞാനം, വാക്യവിജ്ഞാനം, അർത്ഥവിജ്ഞാനം, പാരിസ്ഥിതിക ഭാഷാശാസ്ത്രം, കമ്പ്യൂട്ടേഷണൽ ലിംഗ്വിസ്റ്റിക്സ് തുടങ്ങിയ കാര്യങ്ങളാണ്
ഭാഷാശാസ്ത്രവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ പല കുട്ടികളും ഭാഷാശാസ്ത്രം എനിക്കറിയില്ല, ഞാൻ ആ ഒരു ഏരിയ വിട്ടുകളയാണ് എന്ന് പറഞ്ഞിട്ട് അത് വിട്ടുകളയും. പക്ഷെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുക. ഇപ്പൊ കക്ഷികൾ ഏതൊക്കെയാണ്, ഗോത്രങ്ങൾ ഏതൊക്കെയാണ്, ഗോത്രങ്ങളിൽ പെടുന്ന ഭാഷകൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഒരു വട്ടം നമുക്ക് പഠിച്ചു വെച്ചാൽ നമുക്ക് അത് ഓർത്തെടുത്ത് പരീക്ഷയ്ക്ക് എഴുതാവുന്നതേ ഉള്ളൂ. പക്ഷെ പലരും അത് അങ്ങോട്ട് സ്കിപ്പ് ചെയ്യും. ഈ ഇതൾ 8 എന്നുള്ളത് മുഴുവനായിട്ട് തന്നെ വിട്ടുകളയുന്ന ഒരുപാട് കുട്ടികളുണ്ട്. പക്ഷെ നിങ്ങൾ അത് ഒരിക്കലും ചെയ്യരുത്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ആ ലോജിക് അനുസരിച്ച് ഒന്ന് പഠിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റാവുന്ന ഒരു യൂണിറ്റ് ആണ് ഇതൾ 8 എന്ന് പറയുന്നത്. ഇനി ഇതിൽ തന്നെ വ്യാകരണം ഉണ്ട്, ഭാഷയിൽ തന്നെ ഭാഷോൽപത്തി സിദ്ധാന്തങ്ങൾ ഉണ്ട് എന്നീ കാര്യങ്ങൾ കൂടി ഒന്ന് ഓർത്തു വെക്കുക. മലയാള വ്യാകരണ ഗ്രന്ഥങ്ങൾ, സ്വരങ്ങൾ, വ്യഞ്ജനങ്ങൾ, നാമരൂപം, ലിംഗം, വചനം, വിഭക്തി, വിഭക്ത്യാഭാസം, തദ്ധിതം, ക്രിയാരൂപം, പൂർണ്ണക്രിയ, കാലം, പ്രകാരം, പ്രയോഗം, പ്രകൃതി, അനുപ്രയോഗം, ഭേദകം, സന്ധി, സമാസം. സന്ധി, സമാസം, ഭേദകം, വിഭക്തി തുടങ്ങിയ കാര്യങ്ങൾ ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ എളുപ്പത്തിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക് തന്നെയാണ് വ്യാകരണം എന്നുള്ളത്. ഇനി ഇതൾ 9 മറ്റ് സാഹിത്യ സിദ്ധാന്തങ്ങളും സൗന്ദര്യ ശാസ്ത്രവും എന്നുള്ളത്. അതായത് സാഹിത്യ സിദ്ധാന്തങ്ങളെയും സൗന്ദര്യ സങ്കല്പങ്ങളെയും ആധാരമാക്കിയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതൾ 9 മുൻനിർത്തിയിട്ട് വരുന്നത്. പ്രധാനപ്പെട്ട സൈദ്ധാന്തികർ ആരൊക്കെ, അവരുടെ ഗ്രന്ഥങ്ങൾ, സങ്കല്പനങ്ങൾ എന്തൊക്കെ എന്നിവയിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് ചോദിക്കുക. അതിൽ തന്നെ തിണസങ്കല്പം എന്നുള്ള ഏരിയ നമ്മളൊന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. ഇനി പാശ്ചാത്യ സിദ്ധാന്തങ്ങളുണ്ട്, പൗരസ്ത്യ സാഹിത്യ സിദ്ധാന്തങ്ങളുണ്ട്. സാഹിത്യ സിദ്ധാന്തങ്ങളിലെ കവി, കാവ്യഹേതുക്കള്, കാവ്യ നിർവചനം, കാവ്യപ്രയോജനം, ധ്വനി, അലങ്കാരം, രസം, രീതി, ഗുണം, വക്രോക്തി, അനുമാനം, ഔചിത്യം തുടങ്ങിയ കാര്യങ്ങളും പ്രധാനപ്പെട്ട അലങ്കാരങ്ങളും വൃത്തങ്ങളും നമ്മൾ പഠിച്ചിരിക്കാനായിട്ടുണ്ട്. ഇനി പാശ്ചാത്യ സിദ്ധാന്തങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ ഇസങ്ങൾ, ക്ലാസിസിസം, നിയോ ക്ലാസിസിസം, റൊമാൻറ്റിസിസം, റിയലിസം, ഇംപ്രഷനിസം, സർറിയലിസം, സ്ട്രക്ചറലിസം, മനോവിജ്ഞാനീയം, പോസ്റ്റ് മോഡേണിസം, അപനിർമ്മാണം, കോളനിയാനന്തരവാദം, സ്ത്രീ ദളിത്വാദം തുടങ്ങിയ കാര്യങ്ങളൊന്നും നമ്മൾ ഫോക്കസ് ചെയ്യാനായിട്ടുണ്ട്. ഇതിൽ നിന്ന് വളരെ ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല, മിക്കവാറും കൃതി ഏത്, കർത്താവാരെ, അല്ലെങ്കിൽ ഇന്നൊരു സങ്കല്പനം മുന്നോട്ട് വെക്കുന്നതാരെ തുടങ്ങിയ ചോദ്യങ്ങളാണ് വരാറുള്ളത്. അപ്പൊ ഇതിൽ 8, 9 ഒക്കെ സ്കിപ്പ് ചെയ്യുന്ന കുട്ടികളോട് പറയാനുള്ളത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, പ്രോപ്പർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ റിവൈസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ആവർത്തിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനനുസരിച്ച് പഠിച്ചാൽ 8, 9 യൂണിറ്റുകൾ നമുക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അടുത്തത് ഏറ്റവും നല്ല ഒരു യൂണിറ്റ് ആണ് ഇതൾ 10 എന്നുള്ളത്. എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് കേട്ടോ. കാരണം സ്ഥിരം പാറ്റേൺ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ആവർത്തിച്ച് വരുന്നത്. ആദ്യത്തെ കാലം പ്രാചീന കേരള ചരിത്രത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. രണ്ടാമത്തത് എന്ന് പറയുന്നത് നവോത്ഥാനവുമായി ബന്ധപ്പെട്ട്, കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള സംഘടനകൾ, അതുപോലെ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള സമരങ്ങള്, പ്രക്ഷോഭങ്ങള്, നേതൃത്വം നൽകിയ വ്യക്തി, അവ നടന്ന വർഷം. ഈ കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ തന്നെ കേരള സംസ്കാരത്തിൽ നിന്നുള്ള ടോപ്പിക്കുകൾ കഴിഞ്ഞു, നമുക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാനും പറ്റും. ഇത്തരം കാര്യങ്ങളാണ് എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് നമ്മളോട് ചോദിക്കാനായിട്ട് ഉള്ളത്. പിന്നെ മതങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ, അതിൽ തന്നെ പ്രാചീനമായിട്ടുള്ള ജൈനമതത്തെ മുൻനിർത്തിക്കൊണ്ടും ബുദ്ധമതത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ചോദ്യങ്ങളാണ് വരാറുള്ളത്. പിന്നെ നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്യേണ്ടത് ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അച്ചടിയും പത്രമാസികകളുമാണ്. അതിനെ മുൻനിർത്തിക്കൊണ്ടുള്ള ചോദ്യങ്ങളും ഈ ഒരു ഏരിയയിൽ നിന്നാണ് വരാറുള്ളത്. അപ്പൊ ഇത്രമാത്രം പഠിച്ചാൽ കേരള സംസ്കാരം എന്നുള്ള ടോപ്പിക്കിൽ നിന്ന് ഇത് തന്നെയാണ് തിരിച്ചും മറിച്ചും ആവർത്തിച്ച് ചോദ്യങ്ങൾ വരുന്നത്. അപ്പൊ ഇത്തരത്തിലെ 10 യൂണിറ്റുകളാണ്, 10 ഇതളുകളാണ് UGC നെറ്റ് മലയാളം സിലബസിൽ നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. അപ്പൊ എന്താണ് സിലബസ്, ഏതൊക്കെ ഏരിയകളാണ് ഉള്ളത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് വ്യക്തമായി കഴിഞ്ഞു. സിലബസ് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി. ഇനിയുള്ള ഒരു പ്രശ്നം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. പല കുട്ടികൾക്കുമുള്ള പ്രശ്നമാണ്, ഡിഗ്രി മുതലുള്ള നോട്ട് കയ്യിലുണ്ടായിരിക്കും, ഡിഗ്രിയുടെ നോട്ട് ഉണ്ടായിരിക്കും, PGയുടെ നോട്ട് ഉണ്ടായിരിക്കും. ഇനി നെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ അതിനു വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ബുക്കുകളും കാര്യങ്ങളും നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കും. അപ്പൊ സ്ക്രീനിൽ കാണുന്നത് പോലെ ഒരു ടോപ്പിക്കിനായിട്ട് ഒരുപാട് സോഴ്സ് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കും. ഇനി ഇതിന് നേരെ ഓപ്പോസിറ്റ് ഉണ്ടാവും കേട്ടോ, ഒന്നും കയ്യിലില്ലാത്തവരും ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടുന്ന കാര്യം, സിലബസ് നമുക്ക് കിട്ടും, സൈറ്റിൽ പോയാൽ നമുക്ക് UGC നെറ്റ് എക്സാമിന്റെ സിലബസ് കിട്ടും. സിലബസ് ഒന്ന് പ്രിന്റ് ചെയ്തെടുക്കുക, ആ ഒരു പേപ്പർ എപ്പോഴും കയ്യിലുണ്ടായിരിക്കുക. എന്നിട്ട് ഇന്ന് ചെയ്യേണ്ടുന്ന കാര്യമാണ്, അതൊന്ന് മുമ്പിൽ എടുത്തു വെച്ചിട്ട് ഇതിൽ എന്തൊക്കെ മെറ്റീരിയൽസിന്റെ നോട്ട് എന്റെ കയ്യിലുണ്ട് ഇല്ല എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. കാരണം പഠിക്കാതിരിക്കുന്ന സമയത്ത് നോട്ട് തപ്പി പോകേണ്ടുന്ന ഒരു അവസ്ഥ നമ്മുടെ കയ്യിലേക്ക് വരരുത്.
പിന്നെ ഏറ്റവും നല്ല കാര്യം, ഗൈഡുകളെയും മറ്റും ആശ്രയിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ല കാര്യം എന്നുള്ളത് സാഹിത്യ ചരിത്രങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് പഠിക്കുക. മലയാള കവിതാ സാഹിത്യ ചരിത്രം, KM ജോർജിന്റെ 2 സാഹിത്യ ചരിത്രങ്ങൾ, ആധുനിക സാഹിത്യ ചരിത്രം പ്രസ്ഥാനങ്ങളിലൂടെ എന്നുള്ള കൃതി നിർബന്ധമായിട്ട് നിങ്ങളുടെ കയ്യിൽ വേണമെന്ന് പറയും. ഒരുപാട് സോഴ്സ് നമുക്ക് അതിൽ നിന്ന് കിട്ടും. ഇത്തരത്തിലുള്ള 2 സാഹിത്യ ചരിത്രം കയ്യിലുണ്ട് എങ്കിൽ നമുക്ക് സുഖമായിട്ട് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഒറ്റ നോട്ടും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ടിപ്പാണ്, നമുക്ക് എന്താണ് പഠിക്കാനായിട്ട് പറ്റും. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് ഇല്ല എന്നതിനെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാനിരിക്കുന്നതിന് മുമ്പായിട്ട് ഒരു ധാരണ വേണം. ചിലരുടെ കയ്യിൽ തിണസങ്കല്പത്തിനെ കുറിച്ചുള്ള ഒറ്റ നോട്ടും ഉണ്ടായിരിക്കില്ല. ചിലരുടെ കയ്യിൽ അതിനെ കുറിച്ചൊരു അയ്യപ്പ പണിക്കർ എഴുതിയ ലേഖനം മാത്രം കയ്യിൽ ഉണ്ടായിരിക്കും. അപ്പൊ ഏതൊക്കെ മേഖലകളിൽ നിന്നുള്ള സോഴ്സ് നമ്മുടെ കയ്യിൽ, പഠിക്കാനായിട്ടുള്ള സോഴ്സ് നമ്മുടെ കയ്യിലുണ്ട് ഇല്ല എന്നതിനെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു ധാരണ നമുക്ക് വേണം. സിലബസ് എന്താണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി, ഏതൊക്കെ കാര്യങ്ങളുടെ മെറ്റീരിയൽ ആണ് നിങ്ങളുടെ കയ്യിൽ ഉള്ളത് ഇല്ലാത്തത് എന്ന് മനസ്സിലാക്കി. ഇനി ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നിർബന്ധമായിട്ടും ഈ ഒരു പ്ലാനിങ്ങിലൂടെ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാ കുട്ടികളും ചെയ്യേണ്ടുന്ന ആദ്യത്തെ കാര്യമാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. സ്ക്രീനിൽ കാണുന്നത് പോലെ ഒരു ഷീറ്റ് എടുക്കുക, ഒരു A4 ഷീറ്റ് എടുക്കുക, അല്ലെങ്കിൽ ഒരു പുസ്തകത്തിന്റെ പേജ് എടുക്കുക. അതിൽ 2 ബോക്സ് വരയ്ക്കുക. ഒന്ന് സ്ട്രെങ്ത്തും ഒന്ന് വീക്ക്നെസ്സും. എന്തിന്റെ സ്ട്രെങ്ത്തും എന്തിന്റെ വീക്ക്നെസ്സും ഈ സിലബസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏറ്റവും നന്നായി അറിയാവുന്ന ഏരിയ ഉണ്ട്. ചിലർക്ക് ചെറുകഥയും നോവലും യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. ചിലർക്ക് വ്യാകരണം ബുദ്ധിമുട്ടായിരിക്കും. പാശ്ചാത്യ പൗരസ്ത്യ സിദ്ധാന്തങ്ങളിലെ പാശ്ചാത്യം ചിലർക്ക് എളുപ്പമായിരിക്കും, പൗരസ്ത്യം പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ചിലർക്ക് കവി ഏത് കവിത ഏത് എന്നുള്ളത് അറിയായിരിക്കും, പക്ഷെ കവിതയുടെ വരി ചോദിക്കുമ്പോൾ ഇത് ഏത് കവിതയിൽ നിന്നാണ് എന്നുള്ള കാര്യം അറിയില്ലായിരിക്കും. ചിലർക്ക് ഉണ്ണിയേച്ചി ചരിതം, ഉണ്ണിയാടി ചരിതം, ഉണ്ണിച്ചിരദേവി ചരിതം ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. അപ്പൊ ഇത്തരത്തില് നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഏരിയ ഏത്, ഈ ഏരിയയിൽ നിന്ന് എനിക്ക് ചോദ്യങ്ങൾ വന്നാൽ എനിക്ക് സ്കോർ കിട്ടാറുണ്ട്, ഞാൻ ശരിയാക്കാറുണ്ട് എന്നീ കാര്യങ്ങൾ സ്ട്രെങ്ത് എന്നുള്ള ഭാഗത്ത് എഴുതുക. ഈ ഏരിയയിൽ നിന്ന് എപ്പോ ചോദ്യം വന്നാലും എനിക്ക് തെറ്റിക്കും, ഈ ഏരിയയെ കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ല, ഈ ഒരു ടോപ്പിക്കുകളെ കുറിച്ച് എനിക്ക് അധികം അറിവില്ല എന്നീ കാര്യങ്ങൾ വീക്ക്നെസ് എന്നുള്ള ഭാഗത്ത് എഴുതുക. ഇത് നിർബന്ധമായിട്ടും പഠിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്ത് വെക്കണം. അപ്പൊ എല്ലാവരും ഈ കാര്യം ചെയ്തു വെക്കും എന്നുള്ള കാര്യം ഞാനിപ്പോൾ എന്താണ് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. നിങ്ങൾ ചെയ്യും എന്നുള്ള കാര്യവും പ്രതീക്ഷിക്കുന്നു. ഒഫീഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ അനുസരിച്ച്
ജൂൺ 18 ചൊവ്വാഴ്ച UGC നെറ്റ് പരീക്ഷയാണ്. അപ്പോ ഇനി മുതൽ 46 ദിനങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിലെ UGC നെറ്റ് പരീക്ഷയ്ക്ക് പഠിക്കാനായിട്ടുള്ളത്. 47ാമത്തെ ദിവസം നമുക്ക് പരീക്ഷയാണ്. അപ്പൊ പരീക്ഷയുടെ തലേ ദിവസം നമുക്കൊന്ന് സ്കിപ്പ് ചെയ്യാം. അതൊരു റിലാക്സിങ് ഡേ ആണ് അല്ലെ? അപ്പൊ നമ്മുടെ മുമ്പിൽ പഠിക്കാനായിട്ട് എത്ര ദിവസമുണ്ട്? 45 ദിവസങ്ങളാണ് പഠിക്കാനായിട്ട് നമുക്ക് ഉള്ളത്. കൃത്യമായിട്ട് ജൂൺ 16-ാം തീയതി വരെ ഇനി പഠിക്കാനായിട്ട് 45 ദിവസങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ജൂൺ 17 ഒരു റിലാക്സിങ് ഡേ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാണ്. ജൂൺ 18 നമ്മൾ പോയിട്ട് പരീക്ഷ എഴുതുകയാണ്. അപ്പൊ പഠിക്കാനായിട്ട് വെറും 46 ദിവസങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിൽ 45 ദിവസത്തെ പ്രോപ്പർ സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. +1 46ാമത്തെ ആ ഒരു ദിവസം നമ്മൾ റിലാക്സിങ് ഡേ, പരീക്ഷയുടെ തലേ ദിവസം ഭയങ്കര സ്ട്രെസ്സും സ്ട്രെയിനും ഒന്നും ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. ഒരു റിലാക്സിങ് ഡേ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് എങ്കിൽ 45 ദിവസങ്ങൾ, വിലപ്പെട്ട 45 ദിവസങ്ങൾ എങ്ങനെ വിനിയോഗിക്കാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. 45 ദിവസങ്ങൾ കൊണ്ട് UGC നെറ്റ് പരീക്ഷയുടെ മലയാളം സിലബസ് എങ്ങനെ പ്രോപ്പർ ആയിട്ട് പഠിക്കാം എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ 45 ദിവസത്തെ 3 പാർട്ടുകളായിട്ട് നമ്മൾ തിരിക്കുകയാണ്. ആദ്യത്തെ 30 ദിവസം, രണ്ടാമത് വരുന്ന 10 ദിവസം, പിന്നെ വരുന്ന 5 ദിവസം. ഇങ്ങനെ 3 പാർട്ടുകളായിട്ട് നമ്മൾ തിരിക്കാനായിട്ട് പോവുകയാണ്. ഈ 3 പാർട്ടുകളായിട്ടായിരിക്കും നമ്മുടെ പഠനവും റിവിഷനും നടക്കുന്നത്. അപ്പൊ 45 ദിവസത്തെ പ്ലാനിങ്ങിലേക്ക് നമ്മൾ കടക്കുകയാണ്. 3 പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ആദ്യത്തെ 30 ദിവസം, ആദ്യത്തെ 30 ദിവസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ആദ്യത്തെ 30 ദിവസം നമുക്ക് എത്ര യൂണിറ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട്? 10 യൂണിറ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഒരു യൂണിറ്റിനെ 3 ദിവസം വെച്ച് നമ്മൾ പഠിക്കുകയാണ്. നമ്മൾ ആദ്യം മുതൽ പഠിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റ് പഠിക്കാൻ നമുക്ക് എത്ര ദിവസം കിട്ടും? 3 ദിവസം നമുക്ക് കിട്ടും. ഇനി ഇതിൽ തന്നെ ഏത് യൂണിറ്റ് ആദ്യം പഠിച്ചു തുടങ്ങണം എന്നുള്ളത് എങ്ങനെ തീരുമാനിക്കും? മറ്റേ സ്ട്രെങ്ത്നെസ്സും വീക്ക്നെസ്സും എഴുതിയ ഷീറ്റ് അങ്ങോട്ട് എടുക്കുക. ഏതാണ് ബുദ്ധിമുട്ടുള്ള ഏരിയാസ്, അതേ യൂണിറ്റിലാണ് വരിക എന്നുള്ളത് നോക്കുക. അതിന് കുറച്ചധികം പ്രയോറിറ്റി കൊടുത്തിട്ട് ഈ 30 ദിവസത്തെ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ വീക്ക്നെസ്സും സ്ട്രെങ്ത്നെസ്സും നോക്കി തരംതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. ഇനി അതല്ലാതെ എനിക്ക് ഒരുപോലെയാണ് എന്നുള്ള കുട്ടികളാണ് എങ്കിൽ ഒരു യൂണിറ്റിനെ 3 ദിവസം വെച്ചിട്ട് കൃത്യമായിട്ട് പഠിക്കുകയാണ് എങ്കിൽ 30 ദിവസം കൊണ്ട് 10 യൂണിറ്റ് നമ്മുടെ പഠിച്ച് കഴിയും. 30 ദിവസം കൊണ്ട് 10 യൂണിറ്റ് നമ്മുടെ പഠിച്ച് കഴിയും. അപ്പൊ 45 ഡേയ്സ് പ്ലാനിലെ ആദ്യത്തെ 30 ദിവസം നമ്മുടെ കഴിയുകയാണ്. ഒരു യൂണിറ്റിനെ 3 ദിവസം വെച്ച് 10 യൂണിറ്റുകളും 30 ദിവസം കൊണ്ട് നമ്മൾ പഠിക്കുകയാണ്. ഇവിടെ നടക്കുന്നത് പഠനം എന്നുള്ള കാര്യം മാത്രമാണ്. 45 ഡേയ്സ് സ്റ്റഡി പ്ലാനിലെ 30 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. ബാക്കി 15 ദിവസം നമ്മുടെ കയ്യിലുണ്ട്. ഈ 15 ദിവസം എന്നുള്ളത് നമ്മുടെ റിവിഷൻ പീരീഡ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പഠനം മാത്രമല്ല, റിവിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ 15 ദിവസം എങ്ങനെ റിവിഷൻ ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ സെക്കൻഡ് സെഷൻ എന്ന് പറയുന്നത് റിവിഷന്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ്. ഒരു യൂണിറ്റിനെ ഒരു ദിവസം വെച്ചിട്ട് 10 ദിവസം കൊണ്ട് ഓരോ യൂണിറ്റും നമ്മൾ റിവിഷൻ ചെയ്യുകയാണ്. റിവിഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? പഠിച്ച കാര്യങ്ങൾ എന്താണ് റിവൈസ് ചെയ്ത് വായിച്ചു നോക്കുക, ഒന്ന് പറഞ്ഞു നോക്കുക. എനിക്കത് അറിയുന്നുണ്ടോ, എന്റെ മൈൻഡിലേക്ക് വരുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കുക. പ്രോപ്പർ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് എങ്കിൽ റിവിഷൻ ചെയ്യുന്ന സമയത്ത് എന്താണ്, പെട്ടെന്ന് നമുക്കത് വായിച്ചു പോകാനായിട്ട് പറ്റും. ഒരു കാര്യം ശ്രദ്ധിക്കണം, വീക്ക്നെസ് ഏരിയാസ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ട് ആവർത്തിച്ച് റിവിഷൻ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അപ്പൊ ഓരോ യൂണിറ്റുകൾക്കും ഒരു ദിവസം കൊടുത്താൽ നമ്മുടെ എന്ത് കഴിയും? പഠനം മുൻപ് കഴിഞ്ഞിട്ടുള്ള സ്ഥിതിക്ക് നമ്മുടെ റിവിഷൻ പ്രോപ്പർ ആയിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പൊ 45 ഡേയ്സിലെ 30 ദിവസം പഠനത്തിന് വേണ്ടി മാറ്റിവെച്ചു. അതിനുശേഷം വരുന്ന 10 ദിവസം ഓരോ ദിവസവും ഓരോ യൂണിറ്റിന്റെ റിവിഷൻ ആയിട്ട് നമ്മൾ മാറ്റിവെച്ചു. 40 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. ബാക്കി 5 ദിവസം ഉണ്ട് അല്ലെ? വിലപ്പെട്ട 5 ദിവസങ്ങൾ. പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പുള്ള വിലപ്പെട്ട 5 ദിവസങ്ങളിലാണ് റിവിഷന്റെ സെക്കൻഡ് സ്റ്റേജിലേക്ക് നമ്മൾ കടക്കുന്നത്. ആദ്യഘട്ട റിവിഷൻ ഓരോ യൂണിറ്റുകൾക്കും ഓരോ ദിവസം വെച്ച് 10 യൂണിറ്റുകൾ നമ്മൾ റിവിഷൻ ചെയ്ത് കഴിഞ്ഞു. ഇനി റിവിഷന്റെ രണ്ടാമത്തെ സ്റ്റേജ് ആണ്. രണ്ടാമത്തെ സ്റ്റേജിൽ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുക്കുക, മുൻകാല ചോദ്യ പേപ്പേഴ്സ് എടുക്കുക. ഒരു 15 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എങ്കിലും നിർബന്ധമായിട്ട് നമ്മൾ നോക്കിയിരിക്കണം. ഈ 5 ദിവസം കൊണ്ട് നമ്മൾ ചെയ്യേണ്ടതാണ്. ഫോണിൽ ടൈം സെറ്റ് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, എന്താണ് ഒരു A4 ഷീറ്റ് എടുക്കുക. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ B, രണ്ടാമത്തെ ചോദ്യത്തിന്റെ ആൻസർ C. എത്ര സമയം കൊണ്ട് നമുക്കത് ചെയ്ത്
പൂർത്തിയാക്കാൻ പറ്റുന്നു എന്നുള്ള കാര്യം നോക്കുക. ഇതാണ് അവസാനത്തെ 5 ദിവസം നമ്മൾ ചെയ്യേണ്ടത്. ഇതിനൊപ്പം തന്നെ നിങ്ങൾ വേറൊരു കാര്യം ചെയ്യണം. ലളിത മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ടെലഗ്രാം ചാനൽ ഉണ്ട്. ഒരുപാട് ചോദ്യങ്ങൾ, 17ഓളം ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ, അതല്ലാതെയുള്ള 500-ലധികം ചോദ്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൃത്യമായിട്ട് ഈ ചോദ്യങ്ങളിലൂടെ ഒന്ന് കടന്നു പോവുക എന്നുള്ള കാര്യവും ഈ 5 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മുടെ 45 ദിവസത്തിന്റെ സ്റ്റഡി പ്ലാൻ കംപ്ലീറ്റ് ആവുകയാണ്. എന്താണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നീ കാര്യങ്ങൾ മനസ്സിലായി അല്ലെ? ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, വെറും ആരംഭശൂരത്വമായിട്ട് ഇത് ഒതുങ്ങരുത്. പഠനം എന്നുള്ളത് ഡെയിലി റുട്ടീന്റെ ഭാഗമാക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. പല തിരക്കുകളിൽ നിന്ന് വരുന്നവരുണ്ടായിരിക്കും. ഇതിപ്പോൾ പ്രോപ്പർ ആയിട്ടൊരു വെക്കേഷൻ ടൈം ആണ് എങ്കിൽ പോലും പല പ്രതിസന്ധികളിൽ നിന്നുകൊണ്ട് പഠിക്കുന്നവരുണ്ടായിരിക്കും. നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടുന്ന സമയം 1 മണിക്കൂറാണ് എങ്കിൽ ആ 1 മണിക്കൂർ കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. വേറെ ശല്യങ്ങളൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് കിട്ടുന്ന സമയം ഏതാണോ ആ സമയത്ത് കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. പഠനം ഡെയിലി റുട്ടീനിന്റെ ഒരു ഭാഗമാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ആണ്. 2024 ജൂൺ 18 നടക്കുന്ന UGC നെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യണമെന്ന് അത്യധികമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ മലയാളം ലളിതമാക്കാനായിട്ട് ടീം I+ നിങ്ങളോട് കൂടെയുണ്ട്. ഇന്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് നമുക്ക് അവൈലബിൾ ആണ്. കൃത്യമായിട്ട് സിലബസിനെ മുഴുവനായിട്ട് കവർ ചെയ്യുന്ന രീതിയിലുള്ള എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള നോട്ടുകൾ, വീഡിയോ ക്ലാസ്സുകൾ, ഓരോ യൂണിറ്റിലെ ഓരോ ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2 മോക്ക് ടെസ്റ്റുകൾ, 10 ചോദ്യങ്ങൾ അടങ്ങുന്ന 2 മോക്ക് ടെസ്റ്റുകൾ, ഓരോ യൂണിറ്റുകൾ കഴിയുന്ന സമയത്തും യൂണിറ്റ് ടെസ്റ്റ്, അധ്യായ പരീക്ഷ, 3 യൂണിറ്റുകൾ കഴിയുന്ന സമയത്ത് മെഗാ ടെസ്റ്റ്, അതുപോലെ തന്നെ മുൻകാല ചോദ്യപേപ്പറുകളുമായി ബന്ധപ്പെട്ടുള്ള ടെസ്റ്റുകൾ, മുൻകാല ചോദ്യപേപ്പറുകളുടെ കൃത്യമായിട്ടുള്ള ഡിസ്കഷൻ ക്ലാസ്സുകൾ, അതായത് ചോദ്യം ഉത്തരം എക്സ്പ്ലനേഷൻ എന്ന രീതിയിൽ മുൻകാല ചോദ്യപേപ്പറുകൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് I+ന്റെ കോഴ്സിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ കൃത്യവും ചിട്ടവുമായിട്ടുള്ള പഠനത്തിന് കൃത്യമായിട്ടുള്ള സപ്പോർട്ടേഴ്സുമായിട്ട് I+ ടീം നിങ്ങളോട് കൂടെയുണ്ട്. മോക്ക് ക്ലാസ്സുകളും ടെസ്റ്റുകളും കണ്ടതിന് ശേഷം നിങ്ങൾക്ക് കോഴ്സ് എടുക്കാവുന്നതാണ്. സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് നമ്മുടെ കോർഡിനേറ്റേഴ്സുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കോഴ്സ് എടുക്കാവുന്നതാണ്. പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേരുകയാണ്. കൃത്യമായി പഠിച്ച് ടെൻഷൻ ഏതുമില്ലാതെ ആ ഒരു സമയത്ത് പരീക്ഷ എഴുതുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾക്ക് പരീക്ഷ എഴുതുവാനും ശരിയായിട്ടുള്ള ഉത്തരത്തിലേക്ക് എത്താനുമായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. താങ്ക് യു ലേണേഴ്സ്.